ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഗ്രീനിച്ച് സമയത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ. അത് ലാസ്റ്റ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ ടോപ്പിക്ക് തീർക്കുന്നത് ടൈം സോൺസ് അല്ലെങ്കിൽ സമയമേഖലകളെ വെച്ചായിരുന്നു. അത് ഒന്നുകൂടെ കേട്ടോളൂ. ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 24 ടൈം സോൺസ്. ലോകത്തെ 24 സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. വിത്ത് എ ടൈം ഡിഫറൻസ് ഓഫ് 1 hour. ഓരോ മണിക്കൂറിന്റെ ഇടവേളകൾക്കനുസരിച്ച് ലോകത്തെ 24 മണിക്കൂറിന്റെ സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു അല്ലെ. 24 മണിക്കൂറായി തരംതിരിച്ചിരിക്കുന്നു. ഇതിനെയാണ് ടൈം സോൺസ് അല്ലെങ്കിൽ സമയമേഖലകൾ എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 24 ടൈം സോൺസ്. ലോകത്തെ 24 സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. വിത്ത് എ ടൈം ഡിഫറൻസ് ഓഫ് 1 hour. ഓരോ മണിക്കൂറിന്റെ ഇടവേളകളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം 1 ഡിഗ്രി ചേഞ്ച് ചെയ്യുന്നതിന് 4 മിനിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി ചേഞ്ച് ചെയ്യുന്നതിന് 60 മിനിറ്റ് വേണം. ആ 60 മിനിറ്റ് ആണ് 1 മണിക്കൂറായി മാറിയിരിക്കുന്നത്. അപ്പോൾ 24 സമയമേഖല എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് 24 മണിക്കൂറിന്റെ സമയമേഖല. അപ്പോൾ ഓരോ 15 ഡിഗ്രി വെച്ച് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭൂമി 1 ഡിഗ്രി തിരിയുമ്പോൾ 4 മിനിറ്റ് മാറുന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി തിരിയുമ്പോൾ 15 × 4 ആണ് വരുന്നത്. 15 ഡിഗ്രി × 4 ആണ് ഇല്ലേ. അപ്പൊ എത്ര മിനിറ്റ് വരുന്നുണ്ട്? 60 മിനിറ്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ 1 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 1 ഡിഗ്രി ഭൂമി മാറുമ്പോൾ 4 മിനിറ്റ് സമയവ്യത്യാസം ഉണ്ടാകുന്നു എങ്കിൽ 15 ഡിഗ്രി മാറുമ്പോൾ 15 × 4 60 മിനിറ്റ് വ്യത്യാസം വരും. 10 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 10 × 4 40 മിനിറ്റ് വ്യത്യാസം വരും. അപ്പോൾ ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? 24 സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. സമയവ്യത്യാസം എത്രയാണ്? 1 മണിക്കൂറിന്റെ സമയവ്യത്യാസമാണ്. വ്യക്തമാണല്ലോ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അടുത്തതാണ് സ്റ്റാൻഡേർഡ് ടൈം. എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? സ്റ്റാൻഡേർഡ് ടൈമിന്റെ മലയാളം എന്ന് പറയുന്നത് മാനക രേഖാംശം എന്ന് പറയും. സ്റ്റാൻഡേർഡ് ടൈമിന്റെ മലയാളമാണ് മാനക രേഖാംശം. നിങ്ങൾ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം, എന്താണ് മാനക രേഖാംശം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓരോ ലോഞ്ചിറ്റ്യൂഡിലും സമയം ഓരോന്നാണ്. ടൈം ഈസ് ഡിഫറെന്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. ഓരോ ലോഞ്ചിറ്റ്യൂഡിലും ഓരോ രേഖാംശത്തിലും സമയം വ്യത്യാസപ്പെടുന്നെന്ന് പറഞ്ഞു. ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് വെച്ച് മാറുന്നെന്നൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്തെ നമ്മൾ ടൈം എടുക്കുമ്പോൾ എവിടുത്തെ സമയം വേണം കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇന്ത്യയുടെ കാര്യമൊക്കെ പിന്നീട് പറയും. ഇപ്പൊ ഇങ്ങനെ ഒരു രാജ്യമാണെന്ന് വെച്ചു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാർഡിന് ഉദാഹരണം പറയുകയാണ്. ഇങ്ങനെ ഒരു രാജ്യമാണെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡനൽ ലൈൻ കടന്നു പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ലോഞ്ചിറ്റ്യൂഡനൽ രേഖാംശ രേഖകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഏത് രേഖാംശ രേഖയിലെ സമയമായിരിക്കണം ആ രാജ്യത്തിലെ മുഴുവൻ സമയമായിട്ട് കണക്കാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഓരോ രേഖാംശത്തിലെ സമയം എടുത്താൽ ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടുത്തെ സമയമല്ല ഇപ്പുറത്തേതെങ്കിൽ ഓരോ രേഖാംശത്തിൽ ഓരോ സമയമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഓരോ രേഖാംശത്തിലെയും സമയം ഓരോന്നായതിനാൽ ഒരു രാജ്യത്ത് പല പ്രാദേശിക സമയം ഉണ്ടാകും. ആ പല പ്രാദേശിക സമയം പിന്തുടരാൻ കഴിയത്തില്ല. കാരണം ഒരു രാജ്യം മുഴുവൻ ഏകീകൃതമായി നിയമങ്ങൾ നടപ്പിലാക്കുവാനോ അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തുവാനോ ഒന്നും, അല്ലെങ്കിൽ അഖിലേന്ത്യാ എക്സാമിനേഷൻ നടപ്പിലാക്കുവാനോ ഒന്നും കഴിയുകയില്ല. ആയതിനാല് അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സൊല്യൂഷൻ, അല്ലെങ്കിൽ അവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഡിഗ്രിയിൽ ഓരോ സമയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏത് സമയം എടുക്കും? ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പൊ ഇവിടെ എത്ര ലൈൻ ഉണ്ട്? 1 2 3 4 5 6. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏകദേശം മധ്യഭാഗത്തു കൂടി പോകുന്ന രേഖയിലെ ടൈമിനെ, ഇപ്പൊ ഇതിന്റെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഇതാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ രേഖയിലെ സമയത്തെ ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമായിട്ട് കണക്കാക്കും. അതാണ് ആ രാജ്യത്തിന്റെ മുഴുവൻ സമയം. എന്നുവെച്ചാൽ ഏകദേശം ആ രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയിലെ സമയം ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമായി കണക്കാക്കുന്നു.
ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ മാനക രേഖാംശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ ഞാനൊന്ന് പറയാം. The local time would be different at each longitude. The local time would be different at each longitude. അടുത്ത സെന്റൻസ് ഇങ്ങനെ എഴുതണം. ഇറ്റ് വുഡ് ക്രിയേറ്റ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇടയ്ക്കുള്ള പുസ്തകത്തിലെ സെന്റൻസ് കട്ട് ചെയ്തേക്കണം. ഇറ്റ് വുഡ് ക്രിയേറ്റ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇതെന്തുണ്ടാക്കും? ആശയക്കുഴപ്പം ഉണ്ടാക്കും. ടു അവോയ്ഡ് ദിസ്, ഓൾമോസ്റ്റ് മിഡിൽ പാർട്സ് ഓഫ് ദ കൺട്രീസ് ലോഞ്ചിറ്റ്യൂഡനൽ ലൈൻ, ഓൾമോസ്റ്റ് middle parts of the country's longitudinal line considered as the whole time for that country. മലയാളത്തിൽ പറഞ്ഞാൽ ഓരോ രേഖാംശ രേഖയിലെയും സമയം വ്യത്യസ്തമാണ്. ഈ പ്രാദേശിക സമയം ഓരോ പ്രദേശത്തെയും കണക്കാക്കിയാൽ ഓരോ പ്രദേശത്തെയും സമയം എന്തായി പോകും? വ്യത്യസ്തമായി പോകും. ഇത് സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനായി, അല്ലെങ്കിൽ ഓരോ രേഖാംശ രേഖയിലും ഓരോ സമയം ആയതിനാൽ രാജ്യം മുഴുവൻ സമയം നിശ്ചയിക്കുന്നതിനായി ഏകദേശം ആ രാജ്യത്തിന്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമായി കണക്കാക്കുന്നു. ഇതിനെയാണ് മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? അപ്പം ഇടയ്ക്കാലത്തെ 2-3 സെന്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പുസ്തകത്തിൽ വരുമ്പോൾ അതൊക്കെ കട്ട് ചെയ്തേക്കണം. ഞാൻ എന്റെ ടെക്സ്റ്റ് ഇല്ല. ദ ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെന്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. ഇറ്റ് വുഡ് ക്രിയേറ്റ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ടു അവോയ്ഡ് ദിസ്, ഓൾമോസ്റ്റ് മിഡിൽ പാർട്സ് ഓഫ് ദ കൺട്രീസ് ലോഞ്ചിറ്റ്യൂഡനൽ ലൈൻ കൺസിഡേർഡ് ആസ് ദ ഹോൾ ടൈം ഫോർ ദാറ്റ് കൺട്രി. ഏകദേശം ഓരോ രേഖാംശ രേഖയിലും ഓരോ സമയമാണ്. ഇത് സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുന്നതിനായി ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയിലെ സമയത്തെ ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമായി കണക്കാക്കുന്നു. ഇതിനെയാണ് ആ രാജ്യത്തിന്റെ മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തമാണല്ലോ ഇത്രയും? അപ്പോൾ അടുത്ത ചോദ്യം ഇപ്പം തന്നെ പുസ്തകം എടുത്ത് അടുക്ക് വെക്കുക. അടുത്ത ചോദ്യം അങ്ങോട്ട് എഴുതിക്കൊള്ളുക. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? എന്നിട്ട് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇടയ്ക്കലത്തെ 1-2-3 സെന്റൻസ് കൊണ്ട് കട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാക്കിയിരിക്കണം. എന്നിട്ട് ആ ചോദ്യം അതുപോലെ എഴുതിയിടുക. മലയാളം മീഡിയക്കാര് എന്താണ് മാനക രേഖാംശം? എന്നിട്ട് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് അതും കൂടി എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ രാജ്യവും ഏകദേശം ആ രാജ്യത്തിന്റെ മിഡിൽ പാർട്സിൽ കൂടി, അതിന്റെ മധ്യഭാഗത്തു കൂടി, അതിന്റെ സെൻട്രൽ കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡനൽ ലൈൻ രേഖാംശ രേഖയിലെ സമയത്തെ ആ രാജ്യത്തിന്റെ മുഴുവൻ പ്രാദേശിക സമയം, ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമായിട്ട് കണക്കാക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ സമയം ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമാണ്. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് എഴുതേണ്ടത്. അടുത്ത നമ്മൾ പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ഇന്ത്യയിൽ ഏത് പ്രദേശത്തെ സമയമാണ് ഇന്ത്യയിലെ മുഴുവൻ സമയമായിട്ട് കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡനൽ എക്സ്റ്റന്റ്, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിലാണ്. ഒരു കാര്യമില്ല, അപ്പൊ ഇന്ത്യയുടെ പടത്തിനല്ല പ്രാധാന്യം. ഇന്ത്യ ഇങ്ങനെ ഇന്ത്യയുടെ ഭാഗമാണ്. ഇതിൽ കൂടി ഇങ്ങനെ രേഖ കടന്നു പോകുന്നു, ഇങ്ങനെ രേഖ കടന്നു പോകുന്നു അല്ലേ? ഇങ്ങനെ കടന്നു പോകുന്നതിൽ ഇവിടം വരെ ഇങ്ങനെ രേഖ കടന്നു പോവുകയാണ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡനൽ ലൈന് 68 ഡിഗ്രി ഈസ്റ്റിനും 97 ഡിഗ്രി ഈസ്റ്റിനും. ഇത്രയും രേഖകളാണ്. ഇങ്ങനെ രേഖകൾ കടന്നു പോകുന്നതിൽ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖകൾ 68 ഡിഗ്രി, 69 ഡിഗ്രി, 70 ഡിഗ്രി. ഈസ്റ്റാണ്, ഗ്രീനിച്ചിന് കിഴക്കാണ്. അപ്പൊ ഗ്രീനിച്ചിനേക്കാൾ സമയം കൂടുതലാണ് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ. അത് ആലോചിച്ചോണം. ഇവിടെ 68 ഡിഗ്രി, 69 ഡിഗ്രി, 70 ഇങ്ങനെ ഒന്ന് 97 ഡിഗ്രി വരെ ആകുമ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് പാർട്സ് വരെ കട്ട് ചെയ്ത് പിന്നെ അടുത്ത രാജ്യത്തോട്ട് പോവുകയാണ്. ലാസ്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ കിടക്കുന്നത് 68 ഡിഗ്രി രേഖയ്ക്കും 68 ഡിഗ്രി ഈസ്റ്റിനും 68 ഡിഗ്രി കിഴക്കിനും 97 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. അല്ലെങ്കിൽ ഇത്രയുമാണ് ഇന്ത്യയുടെ രേഖാംശ വ്യത്യാസം. ചോദിക്കത്തില്ല ഇന്ത്യയുടെ രേഖാംശ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 97 ഡിഗ്രിയിൽ നിന്നും 68 ഡിഗ്രി കുറച്ചാൽ മതി. 97 നിന്നും 68 കുറച്ചാൽ 29 ഡിഗ്രി. ഇന്ത്യയുടെ രേഖാംശ വ്യത്യാസം, ലോഞ്ചിറ്റ്യൂഡനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 97 ഡിഗ്രി മുതൽ ഈ 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെ. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 29 ഡിഗ്രി. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള സമയ വ്യത്യാസത്തിന് എടുക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഏകദേശം 29 ഡിഗ്രിയാണ്.
അപ്പോൾ നമ്മള് ഇന്ത്യയിൽ എവിടെയുള്ള സമയമാണ് ഇന്ത്യയിലെ മുഴുവൻ സമയമായിട്ട് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു രേഖാംശ രേഖ എടുത്തു. ഇതിപ്പോ ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നതാണ്. ആ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന, പുസ്തകത്തിൽ ഇത്ര വിശദമായിട്ടില്ല, ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എടുത്തു. ആ രേഖാംശ രേഖയാണ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എക്സാമിന് നമ്മൾ ഇനി പരീക്ഷ ഈ ചാപ്റ്ററിൽ തന്നെ ഇതിന്റെ കണക്കൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ ഡിഗ്രി ഒന്നും അവർ പറയത്തില്ല, നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്ന് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഒരിക്കലും മറക്കരുത്, 82.5 ഡിഗ്രി കിഴക്ക്. ഈ ഇന്ത്യയുടെ 82.5 ഡിഗ്രി ഈസ്റ്റിലുള്ള സമയം ഇന്ത്യയിലെ മുഴുവൻ സമയമായിട്ടും കണക്കാക്കും. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ 82.5 ഡിഗ്രി 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇവിടുത്തെ സമയമാണ് ഇന്ത്യയിലെ മുഴുവൻ സമയമായിട്ട് കണക്കാക്കുന്നത്. ഏകദേശം മധ്യഭാഗത്ത് എടുക്കുമ്പോൾ ആ രാജ്യത്ത് മുഴുവൻ ഏകദേശം അതിനോടടുത്ത സമയം കിട്ടുമെന്നുള്ള കണക്കാക്കിയാണ്. എങ്കിലും നിങ്ങൾ ആലോചിച്ചോണം, പുസ്തകത്തിൽ കിടപ്പുണ്ട് എല്ലാ രാജ്യവും ആ രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയിലെ, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും അവരുടെ മിഡിൽ പാർട്സിൽ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡനൽ ലൈനിലെ ടൈമിനെയാണ് ആ രാജ്യത്തെ മുഴുവൻ സമയമായിട്ട് എടുക്കുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ ഒന്നിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. കണ്ടമാനം വലിപ്പമുള്ള രാജ്യങ്ങൾ കാണും. ഇപ്പൊ റഷ്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നിൽ കൂടുതൽ സമയങ്ങളുണ്ട്. കാരണം അവയ്ക്ക് കണ്ടമാനം വലിപ്പമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അതിന്റെ മധ്യഭാഗത്തൂടെ എടുത്താൽ അതിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം തമ്മിൽ ചിലപ്പോൾ വലിയ ഡിഫറൻസ് വരും, സമയ വ്യത്യാസം. അപ്പൊ എല്ലാ ഭൂരിപക്ഷം രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയിലുള്ള പ്രാദേശിക സമയം ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമായി കണക്കാക്കുകയും, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡനൽ ലൈൻ രേഖാംശ രേഖ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം എന്നൊരു ചോദ്യം വന്നാൽ, എന്താണ് മാനക സമയം എന്നൊരു ചോദ്യം വന്നാലും, എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നൊരു ചോദ്യം വന്നാലും രണ്ടാണ് ആൻസർ. എന്താണ് മാനക സമയം, എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയിലെ സമയത്തെ ആ രാജ്യത്തിന്റെ മുഴുവൻ സമയമായി കണക്കാക്കുന്നു. അതാണ് ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം. നമ്മുടെ അടുത്ത ചോദ്യം, എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ മാനക സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അത് 68 ഡിഗ്രി ഈസ്റ്റിനും 97 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലാണ്. ഇതിനിടയ്ക്കുള്ള 82.5 ഡിഗ്രി ഈസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോഴങ്ങ് പറയുകയാണ്. കണക്ക് വരുമ്പോൾ അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഈസ്റ്റ് ആണെങ്കിൽ ഗ്രീനിച്ചിനേക്കാൾ ടൈം കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ച് ടൈം ഇൻക്രീസ് ചെയ്യുകയും പടിഞ്ഞാറോട്ട് പോകുന്നതിനനുസരിച്ച് ടൈം കുറയുകയും ചെയ്യുന്നു നമുക്കറിയാം. അപ്പോൾ ഇന്ത്യൻ സമയം ഏതായാലും ഗ്രീനിച്ച് സമയത്തേക്കാൾ കൂടുതലാണ്. കാരണം കിഴക്കാണെങ്കിൽ ഗ്രീനിച്ചിനേക്കാൾ കൂടുതലും, വെസ്റ്റ് ആണെങ്കിൽ ഗ്രീനിച്ചിനേക്കാൾ കുറവുമാണ്. അപ്പോൾ 82 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രീനിച്ചിനേക്കാൾ 82 ഡിഗ്രി കൂടുതലാണ്. ഗ്രീനിച്ച് സമയം ഇന്ത്യയേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സമയം ഗ്രീനിച്ചിനേക്കാൾ കൂടുതലാണ്. ഇന്ത്യൻ സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂറാണ്. എന്ന് വെച്ചാൽ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ലണ്ടനിൽ കൂടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ലണ്ടനിലെ സമയം തന്നിട്ട് ഇന്ത്യയിലെ സമയം ചോദിക്കുകയാണെങ്കിൽ 5.5 മണിക്കൂർ നമുക്ക് കൂട്ടി എഴുതാം. ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞേക്കാം. എങ്ങനെയാണ് 5.5 മണിക്കൂർ കൂടിയത്? അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തന്നേക്കാം. പുസ്തകത്തില്ല, അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നേക്കണം. എങ്ങനെയാണ് ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം തമ്മിൽ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്? എങ്ങനെ 5.5 മണിക്കൂർ വ്യത്യാസം വന്നു? അതോടെ നിങ്ങളൊന്ന് കണ്ടു. നമ്മളിനി കണക്ക് ചെയ്യുമ്പോൾ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടി പറയുന്നതല്ല കേട്ടോ. 5.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ട്. 5.5 മണിക്കൂർ നമ്മൾ കൂട്ടിയും കുറച്ച് എഴുതത്തുള്ളൂ. പുസ്തകത്തിൽ ഇത് കാണത്തില്ല, ഞാനങ്ങ് പറയുകയാണ് കേട്ടോ. മക്കളെ, നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം 82 ഡിഗ്രി ഈസ്റ്റ് ആണ്. 1 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 4 മിനിറ്റ് മാറുമെങ്കിൽ 82 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര മാറണം? 82 ഗുണം 4. സംശയമില്ലല്ലോ. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനാണ്. 1 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 4 മിനിറ്റ് മാറും. അങ്ങനെയാണെങ്കിൽ 82 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര മാറും? 82 ഗുണം 4. ഞാൻ കുടിക്കാൻ വേണ്ടി 82.5 എന്ന് ഇട്ടു.
കേട്ടോ. അല്ല നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വളരെ വിഷമം തോന്നി, നമ്മുടെ ഒരു കുട്ടികളുടെ കാര്യമാണ്. 82 ഗുണം 4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെട്ടി ചെയ്യരുത്, അറിയാമല്ലോ. ഈ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഇതിനെ മാറ്റിയിട്ടൊക്കെ വെട്ടാവുള്ളൂ. അങ്ങനെ ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ 82 ഗുണം 4 ഗുണിക്കാനുള്ള സൗകര്യത്തിന് 82.5 എന്ന് ഞാൻ ഇട്ടു. 82 ഗുണം 4. അപ്പൊ 825 ഗുണം 4 എഴുതിയിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുത്താൽ മതിയല്ലോ നമുക്ക്. 520 10 49. ഒരു ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 4 മിനിറ്റ് മാറിയത് കൊണ്ട് 82 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 82 ഗുണം 4 മാറിയത് എന്ന് വെച്ചാൽ 330 മിനിറ്റ്. സംശയമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 4 മിനിറ്റ് മാറുന്നത് കൊണ്ട് 82 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ 82 × 4 എന്ന് വെച്ചാൽ 330 മിനിറ്റ്. എങ്ങനെയാണ് 330 മിനിറ്റ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. മിനിറ്റിനെ എങ്ങനെ മണിക്കൂറിലേക്ക് കൊണ്ടുവരണമെന്നും മണിക്കൂറിനെ എങ്ങനെ മിനിറ്റിലേക്ക് കൊണ്ടുവരണമെന്നും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 330 മിനിറ്റ് ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സമയം കൂടുതലാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ സമയത്തേക്കാൾ 330 മിനിറ്റ് കുറവാണ് ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ. അപ്പോൾ ഈ 330 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു സുഖമില്ല. മിനിറ്റ് കിടക്കുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് അവറിലാക്കി എഴുതാം. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം നമ്മൾ വ്യത്യാസം എത്രയാണ്? 330 മിനിറ്റ്. ആ പറയുന്നതിൽ ഒരു സുഖം. എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എന്ന് വേണ്ടേ? ഇപ്പൊ മിനിറ്റിനെ മണിക്കൂറിലാക്കാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മണിക്കൂറിനെ മിനിറ്റിലാക്കാൻ 60 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ 330 മിനിറ്റിനെ മണിക്കൂറാക്കാൻ 330/60. സിമ്പിൾ ആണ്. 330/60. ആറിന്റെ ടേബിൾ തന്നെ ഓർത്തിരുന്നാൽ മതി. 6 5 30 300. 65 300 വരും. 66 360 ആയിപ്പോ പറ്റത്തില്ലല്ലോ. അപ്പൊ 65 300. 6 5 30 300 0 3 എന്ന് വെച്ചാൽ 5 മണിക്കൂർ 30 മിനിറ്റ്. നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാണേ. സമയം എന്ന് വെച്ചാൽ 5 മണിക്കൂർ ഒന്ന് വിടില്ല. 5 മണിക്കൂർ 30 മിനിറ്റ്. പാടൊക്കെ കുഴപ്പമില്ലല്ലോ. 5 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം തമ്മിൽ 5 മണിക്കൂർ 30 മിനിറ്റ് വ്യത്യാസത്തോടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ ഭാവിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി, നിങ്ങൾ ലണ്ടനിൽ പോയി സ്ഥിര താമസമാക്കി. നിങ്ങൾ ലണ്ടനിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഈ ജോഗ്രഫി പഠിപ്പിച്ചല്ലേ ആ സിജുമാർ സാറിനെ വിളിച്ചിട്ട് ന്യൂ ഇയർ ആകുന്നു, December 31 നിങ്ങൾ വിചാരിക്കുകയാണ് January 1 ഇന്ത്യയിൽ January 1 കറക്റ്റ് 1-ാം തീയതി ആകുക എന്ന് പറയുന്നത് തലേന്ന് അർദ്ധരാത്രി 12 മണി കഴിയുമ്പോഴാണല്ലോ അടുത്ത ദിവസം ആകുന്നു. അപ്പോൾ December 31 അർദ്ധരാത്രി 12 എന്നെ വിളിച്ചിട്ട് സിജു സാറിനെ വിളിച്ചിട്ട് ഒരു ന്യൂ ഇയർ ആശംസകൾ നടത്തണം. അപ്പം നിങ്ങൾ ലണ്ടനിൽ താമസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലണ്ടനിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എപ്പോൾ എന്നെ ഫോൺ ചെയ്താൽ കറക്റ്റ് 12 മണിക്ക് ഇന്ത്യൻ സമയം 12 മണിയാവുമ്പോൾ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലണ്ടനിലിരുന്ന് നിങ്ങൾക്ക് എപ്പോൾ ഫോൺ ചെയ്യേണ്ടി വരും? ഒന്നുകൂടി ലളിതമാക്കി പറയാം. ലണ്ടനിലുള്ള ഒരാൾക്ക് ന്യൂ ഇയർ ഇന്ത്യയിലുള്ള ഒരാളെ വിളിച്ച് ആശംസകൾ അറിയിക്കുവാൻ ലണ്ടനിലിരുന്ന് എപ്പോൾ ഫോൺ ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ഗ്രീനിച്ചിനേക്കാൾ ലണ്ടൻ എന്ന് പറയാൻ കാരണം അത് ലണ്ടനിൽ ഗ്രീനിച്ച് സ്ഥലം ലണ്ടനിലായതുകൊണ്ട് അതുവഴി ആ രേഖ കടന്നു പോകുന്നുണ്ട്. അവിടുത്തെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്നൊരാൾക്ക് നമ്മളെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടത്തേക്കാൾ 5.5 മണിക്കൂർ കുറച്ചല്ലേ പറയാൻ പറ്റൂ. ഇന്ത്യയിൽ 12 മണി ആകുമ്പോൾ അവിടെ 12 മണി ആയിട്ടില്ല, 5.5 മണിക്കൂർ കുറവായിരിക്കും. അപ്പോൾ 11 10 9 8 7 6:30 ഇന്ത്യൻ സമയം ഗ്രീനിച്ചിൽ 6:30 ഫോൺ വിളിച്ചാൽ ഇന്ത്യയിൽ കറക്റ്റ് 12 മണിയായിരിക്കും. അപ്പോൾ വൈകുന്നേരം 6:30 വേണം ഫോൺ ചെയ്ത് ന്യൂ ഇയർ ആശംസകൾ ലണ്ടനിലുള്ളവർ നമ്മളെ അറിയിക്കാൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കഴിഞ്ഞു. സത്യം നമ്മൾ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 2 കഴിഞ്ഞുള്ളെങ്കിലും കുറെ വർക്കുകൾ ഉണ്ട് അതിനകത്ത് ചെയ്യാൻ കേട്ടോ. അടുത്ത നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിനെ പറ്റിയാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയും. അതിനു മുൻപ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടേബിൾ 1.2 പുസ്തകമുള്ളവരെല്ലാവരും അടുക്ക തന്നെ വെച്ചേക്കണം. ടേബിൾ 1.2 ആണ്. ഞാനിത് ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി റഫായിട്ട് വരയ്ക്കുകയാണ്. അതിന്റെ മുന്നോട്ടുള്ള ഞാൻ അങ്ങോട്ട് ചെയ്തിടുകയാണ്. ആണല്ലോ, ഓരോ പ്രാവശ്യം പുസ്തകം ഇറങ്ങുമ്പോൾ അത് ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഫ്രൈഡേ 10 PM ഇട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ല, ഫ്രൈഡേ 10 AM ആയിക്കോട്ടെ. മനസ്സിലായില്ലെന്ന് പറയുന്നു, വിശ്വസിക്കുന്നു. ഞാൻ പറയാം, മണ്ടേക്കോട്ട് ചേർത്ത് എഴുതാം, എന്നാലും നമുക്ക് മൊത്തം എഴുതാൻ പറ്റത്തുള്ളൂ.
ഇവിടെ ഗ്രീൻവിച്ച് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഗ്രീൻവിച്ച് ടൈം 10 AM എന്ന് വെച്ചാൽ ഈ ഗ്രീൻവിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗ്രീൻവിച്ച് ടൈം 10 AM മൺഡേ. സംഗതി മനസ്സിലായല്ലോ. ഗ്രീനിച്ച് സമയം 10 മണി. തിങ്കൾ വേണ്ട, പുസ്തകത്തിൽ ഫ്രൈഡേ ആയിരിക്കാം ചിലപ്പം വരുന്നത്. ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. അതിലൊന്നും കാര്യമില്ല. ഇങ്ങനെ നമ്മൾ കാണാൻ പഠിക്കുമല്ലോ, നമ്മൾ മനസ്സിലാക്കിയാണ്. പുസ്തകത്തിൽ ഫ്രൈഡേ ആണ് ഫ്രൈഡേ ഇടുക, മൺഡേ ആണ് മൺഡേ ഇടുക, ട്യൂസ്ഡേ ആണ് ട്യൂസ്ഡേ ഇടുക, അതിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീൻവിച്ചില് 10 മണി, രാവിലെ 10 മണി വെള്ളിയാഴ്ച ആണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിലെ ടേബിൾ നിങ്ങൾ അതുപോലെ വരയ്ക്കണം. ഞാനിപ്പോൾ 15 ഡിഗ്രി അവിടെ ഇവിടെ വരയ്ക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ 15 ഡിഗ്രി കോമൺ ആയിട്ട് അങ്ങ് എഴുതുകയാണ്. ഞാൻ മൊത്തം എഴുതിയിട്ട് പറയാവേ. ഗ്രീനിച്ച് അല്ല ഇവിടെ എഴുതിയേക്കാം. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ഓഫ് ഗ്രീനിച്ച്, ഗ്രീനിച്ചിന് പടിഞ്ഞാറേ സമയം. ഈസ്റ്റ് ഓഫ് ഗ്രീനിച്ച്, ഗ്രീനിച്ചിന് കിഴക്കുവശത്തെ സമയം. ഇതെല്ലാം നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്ത് പറയുന്നു? ഇതിങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. ഞാൻ ഇവിടെ നടുക്കോട്ട് ഒരു കാര്യം കൂടെ ഇടുകയാണ്. പുസ്തകത്തിൽ ഓരോ ഇതിലും എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവിടെയും 15 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്തും 15 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് അതിന്റെ കണക്കാക്കി വൃത്തിയായിട്ട് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഗ്രീനിച്ചിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിയാണ് എങ്കില് ഗ്രീനിച്ചിന് പടിഞ്ഞാറേയും കിഴക്കേയും കിഴക്കുവശത്തെയും വെസ്റ്റിലെ ഈസ്റ്റിലെയും ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്ര ഡിഗ്രിയിലേക്കാണെന്ന് ചോദിച്ചാൽ ആദ്യം 15 ഡിഗ്രി. ഇപ്പൊ ഗ്രീനിച്ചിന് 15 ഡിഗ്രി പടിഞ്ഞാറ് എത്ര മണിയാണെന്ന് അറിയാം. നമുക്കറിയാം ഈ വെസ്റ്റിലോട്ട് പോകുന്നതനുസരിച്ച് ടൈം കുറയുമല്ലോ. അപ്പൊ ഗ്രീനിച്ചിന് 15 ഡിഗ്രി പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ 15 ഡിഗ്രി നമ്മൾ ഒരു യൂണിഫോം ആയിട്ട് എടുത്തേക്കുക നമ്മൾ പറഞ്ഞു. 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിന്റെ സമയ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഗ്രീനിച്ചിൽ 10 മണിയാണ് എങ്കിൽ ഗ്രീനിച്ചിന് 15 ഡിഗ്രി പടിഞ്ഞാറ് 9 AM ആണ്. എത്രയാണ്? 9 AM ആണ്. എന്തുകൊണ്ടാണ് 9 AM വരുന്നത്? ഗ്രീനി 15 ഡിഗ്രി മാറി, അപ്പോൾ പടിഞ്ഞാറോട്ട് പോകുന്നതനുസരിച്ച് 1 മണിക്കൂർ മാറി. അപ്പോൾ ഇവിടെ 9 AM ആണ്. എങ്കിൽ ഗ്രീനിച്ചിന് കിഴക്ക് എത്രയാണ്? ഇവിടെ 10 ആണ്, ഇവിടെ 9 ആണ്. ഇവിടെ എത്ര മണിയാവും? 11 AM. 11 AM. സംശയമില്ലല്ലോ. ഗ്രീനിച്ചിൽ 10 മണി, 15 ഡിഗ്രി കിഴക്ക് 11 മണി, 15 ഡിഗ്രി പടിഞ്ഞാറ് 9 മണി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓരോ ഡിഗ്രി ഞാൻ എഴുതിയേക്കാം. 30 അല്ലെ അവസാനം സമയം കിട്ടും, മൊത്തം സ്ഥലം കിട്ടും. നമ്മുടെ 45, 15 ഡിഗ്രിയിലെ, 30 ഡിഗ്രിയിലെ, 45 ഡിഗ്രിയിലെ, 60 ഡിഗ്രിയിലെ, 75 ഡിഗ്രിയിലെ, 90 ഡിഗ്രിയിലെ, 105 ഡിഗ്രിയിലെ, 120 ഡിഗ്രിയിലെ, 135 ഡിഗ്രിയിലെ, 150 ഡിഗ്രിയിലെ, 150. ഇവിടെ തെറ്റിയല്ലോ. 15, 30, 45, 60, 75, 90, 105, 120, 135, 150. ഓക്കെ. അപ്പോൾ അത് നമ്മൾ 150 ഡിഗ്രി, 165 ഡിഗ്രി, 150 ഡിഗ്രി ഇങ്ങനെ ഡിഗ്രികൾ നമ്മളിങ്ങനെ എഴുതിയിട്ടു. ഈ ഡിഗ്രികൾ എഴുതിയിട്ടതിനോടൊപ്പം നമ്മൾ 15 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് പോകുന്നതനുസരിച്ചും 15 ഡിഗ്രി ഈസ്റ്റോട്ട് പോകുന്നതനുസരിച്ചുള്ള സമയ വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓരോ 15 ഡിഗ്രി വെച്ച് നമ്മൾ കൂട്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മണിക്കൂർ വീതമാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്രീനിച്ചിൽ 10 മണിയായിരുന്നു, 15 ഡിഗ്രി പടിഞ്ഞാറ് 9 മണിയാണ്, ഇവിടെ 11 മണിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി ഈസ്റ്റിൽ. അടുത്ത് നോക്കിക്കോണം, 30 ഡിഗ്രിയിൽ വരുമ്പോൾ ഇവിടെ 12 നൂണാണ്. AM ഉം PM ഉം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ മക്കളെ? ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണെന്ന് സങ്കല്പിച്ചാൽ ഇന്ന് അർദ്ധരാത്രി 11:59 വരെ വ്യാഴാഴ്ചയാണ്. 12 മണി അർദ്ധരാത്രി 12:01 മുതൽ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്, AM ആരംഭിക്കുകയാണ്. അത് എത്ര വരെ നിൽക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് 11:59, അടുത്ത ദിവസം, ഇന്ന് ഉച്ചയ്ക്ക് എന്നല്ല അടുത്ത ദിവസം 11:59 വരെ എന്താണ്? AM ആണ്. ഇന്ന് പിന്നെ ഉച്ചയ്ക്ക്, ഇന്നല്ല ഉച്ചയ്ക്ക് 12 നൂൺ എന്ന് പറയും. എന്നിട്ട് 12:01 മുതൽ PM ആകും. ആ 12 PM എന്ന് പറയുന്നത് എത്ര മണി വരെ നിൽക്കുന്നു? ആ 12 PM എന്ന് പറയുന്നത് ഇന്ന് അർദ്ധരാത്രി, ഇന്നെന്നല്ല ഞാൻ പറയുന്നത്, ഇന്നെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അർദ്ധരാത്രി 11:59 വരെ PM ആകുന്നു. 12 മണിക്ക് മിഡ് നൈറ്റ് ആകുന്നു. 12:01 മുതൽ AM അടുത്ത ദിവസം ആകുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, കണക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ AM ഒക്കെ വരുമ്പോൾ
വ്യാഴമാണ് ചിലപ്പം അടുത്ത ദിവസമാവും, വെള്ളിയാകാം. പൊറോട്ട എടുക്കുകയാണെങ്കിൽ വ്യാഴം എന്നുള്ളത് ബുധനാകാം. അങ്ങനെ എമ്മും പി എമ്മും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഈ കണക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത്, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ 11 AM ആണ്, അടുത്തത് 12 noon ഉച്ചയാണ്, 12 ഉച്ചയാണ്. അപ്പം 12 noon ആയി. പിന്നെ അടുത്തത് 1 മുതൽ PM ആവും, പിന്നെ അങ്ങോട്ട് PM ആവുകയാണ്. 12 noon, പിന്നെ 1 മുതൽ എന്താകുകയാണ്? PM ആവുകയാണ്. ഈ PM ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് 10 PM വരെ, 180 ഡിഗ്രിയിൽ വരുമ്പോൾ 10 PM ഫ്രൈഡേ വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണം കേട്ടോ. 12, 1. നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഇപ്പുറം ഇപ്പുറം രണ്ടായിട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ അങ്ങ് മാറും. നിങ്ങൾ പുസ്തകം അടുക്ക വെച്ചുകൊണ്ടായിരിക്കണം ഇത് നോക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് അങ്ങനെ നോക്കുമ്പോൾ നോക്കിയോണം. 9 AM ആണ്, 8 AM ആണ്, 7 AM ആണ്, 6 AM ആണ്, 5 AM ആണ്, 4 AM ആണ്, 3 AM. 105 ഡിഗ്രിയിലാണ് 3 AM പറയുന്നത്. അതുപോലെ 2 AM ആണ്, 1 AM ആണ്, 12 അർദ്ധരാത്രിയാണ്, 12 മിഡ്നൈറ്റ് എന്ന് വെച്ചാൽ 12 അർദ്ധരാത്രി പൊറോട്ട പോകുന്നത്. പിന്നെ 11 PM എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയിൽ നിന്നും പുറകോട്ട് പോയി, വ്യാഴാഴ്ചയായി എന്ന് വെച്ചാൽ ഗ്രീനിച്ചിന് 165 ഡിഗ്രി, ഗ്രീനിച്ചിന് 165 ഡിഗ്രി പടിഞ്ഞാറ് 11 PM വ്യാഴവും, ഗ്രീനിച്ചിന് 165 ഡിഗ്രി കിഴക്ക് 9 PM വെള്ളിയുമാണ് വരുന്നത്. നിങ്ങൾ എഴുതി നോക്കുമ്പോൾ അത് കിട്ടും. അതുപോലെ 180 ഡിഗ്രിയിൽ വരുമ്പോൾ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം ഞാൻ വെറുതെ ആണെങ്കിലും ഞാനൊന്ന് വരച്ചത്. ഞാൻ വരയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പുസ്തകത്തിൽ കിടപ്പുണ്ട്, ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഈ 180 ഡിഗ്രിയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോക്കിയ മക്കളെ, ഇവിടെ 10 PM വ്യാഴാഴ്ചയാണ്. നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ കിട്ടും. ഞാൻ എപ്പോഴും വരച്ചു നോക്കുമ്പോൾ കിട്ടും എന്ന് പറയാൻ കാരണം, നിങ്ങൾ ടേബിൾ 1.2 ആദ്യം റഫായിട്ട് പേപ്പറിൽ വരച്ചിട്ടിങ്ങനെ ഓരോ മണിക്കൂർ കൂട്ടിയും കുറച്ചും എഴുതി നോക്കണം. അത് കഴിഞ്ഞ് നോട്ട്ബുക്കിലോട്ട് എഴുതി നോക്കണം. അങ്ങനെ എഴുതി നോക്കുമ്പോൾ 180 ഡിഗ്രിയില് 180 ഡിഗ്രിയില് 10 PM വ്യാഴവും 10 PM വ്യാഴവും ഈ 180 ഡിഗ്രി ഈസ്റ്റില് 180 ഡിഗ്രി കിഴക്ക് 10 PM എന്തും വരുന്നു, വെള്ളിയും വരുന്നു. വ്യക്തമാണല്ലോ. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 180 ഡിഗ്രിയിലെ സമയം എന്ന് പറയുന്നത് ഒരിടത്ത് വ്യാഴവും ഒരിടത്ത് വെള്ളിയും വരും. 180 ഡിഗ്രിയിൽ നേരെ 180 ഡിഗ്രി ലൈൻ പോവുകയാണെങ്കിൽ ആ ലൈനിന്റെ അപ്പുറവും ഇപ്പുറവും തമ്മിലുള്ള സമയവ്യത്യാസം എന്ന് പറയുന്നത് 24 മണിക്കൂറാവും. ഒരിടത്ത് 10 PM വ്യാഴമാണെങ്കിൽ ഒരിടത്ത് 10 PM വെള്ളിയാണ്. അതായത് 1, 2, 3, 4 ക്വസ്റ്റ്യൻ ആൻസറുകൾ പല രീതിയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ വരുന്നത്. മിക്കവാറും എക്സാമിന് വരുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ. നമ്മുടെ 180 ഡിഗ്രി രേഖ ഇങ്ങനെയല്ല എങ്കിൽ ആദ്യം ഇങ്ങനെ വരച്ച, നിങ്ങൾ വെറുതെ ഒന്ന് വരയ്ക്കുകയാണ്. 180 ഡിഗ്രി രേഖ ഇങ്ങനെ പോകുന്നെന്ന് വെച്ചു. ഇവിടുത്തെ സമയവ്യത്യാസം 24 മണിക്കൂറാണ്. നമ്മൾ ടേബിൾ വരച്ച് മനസ്സിലാക്കിയതാ. നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ 10 PM എന്തായിരുന്നു, ഫ്രൈഡേ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ ഇതിന്റെ തൊട്ടിപ്പുറം 10 PM വെള്ളിയാഴ്ച ആണെങ്കിൽ ഇവിടെ എന്താണ് 10 PM തേഴ്സ്ഡേ ആണ്, 10 PM വ്യാഴാഴ്ചയാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച്, ഒരു രേഖ കടന്നു പോകുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും 24 മണിക്കൂറിന്റെ സമയവ്യത്യാസം. അത് സ്വാഭാവികമായിട്ടും ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാക്കും, ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഒരു രേഖയുടെ അപ്പുറവും ഇപ്പുറവും 24 മണിക്കൂറിന്റെ സമയവ്യത്യാസം, 24 അവേഴ്സിന് ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത്. അത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ആളുകൾ നമ്മുടെ ജോഗ്രഫിപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തൊരു റെമഡി എന്ന് പറയുന്നത്, ഈ രേഖ കരയിൽ കൂടി കടന്നു പോകുന്നതായി സങ്കല്പിക്കുന്നില്ല. കാരണം കരയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കാത്തതിന്റെ കാരണം, ഈ രേഖ കരയിൽ കൂടി കടന്നു പോകുന്നു എന്ന് സങ്കല്പിച്ചാൽ അതിനപ്പുറം ഇപ്പുറവും തമ്മിലുള്ള ആളുകൾ തമ്മിലുള്ള സമയവ്യത്യാസം 24 മണിക്കൂറായി പോകും. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കരഭാഗങ്ങളെ ഒഴിവാക്കിയാണ് വരയ്ക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ അവിടെ തന്നെ വരികയാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കൂടെ ഒരുമിച്ച് പറയാം.
അതുകൊണ്ട് തന്നെ ഈ രേഖ കരഭാഗങ്ങളെ ഒഴിവാക്കി വരയ്ക്കുന്നത് കൊണ്ട് ലാൻഡ് ഏരിയയെ അവോയ്ഡ് ചെയ്ത് കടലിൽ കൂടിയാണ് വരയ്ക്കുന്നത്. അപ്പൊ കടലിൽ തന്നെ ചില ദ്വീപുകളൊക്കെ കാണും. എന്ന് വെച്ചാൽ നിങ്ങൾ ദ്വീപ് എന്താണെന്ന് അറിയാം, ഐലൻഡ് എന്താണെന്ന് അറിയാം. സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ഓൾ സൈഡ്സ് ആണ്. എല്ലാ ഭാഗവും 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരപ്രദേശങ്ങൾ ആണ്. അങ്ങനെ കടലിലൊക്കെ ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളിലൊക്കെ ആൾക്കാർ താമസമുണ്ട്. അപ്പൊ കരയിൽ കൂടി കടന്നു പോകുന്നെന്ന് സങ്കല്പിച്ചാൽ അവിടെ 24 മണിക്കൂറിന്റെ സമയവ്യത്യാസം ഉണ്ടാകുന്നതിനാൽ നമുക്കൊരു യൂണിഫോമിറ്റി ഗ്ലോബൽ ലെവലിൽ കിട്ടാത്തത് കൊണ്ട് ഇത് കടലിൽ കൂടിയേ കടന്നു പോകുന്നുള്ളതായിട്ട് സങ്കല്പിക്കും. കടലിൽ ആൾക്കാരില്ലല്ലോ. ഇപ്പൊ കടലിൽ ദ്വീപുകളൊക്കെ വരികയാണെങ്കിൽ ആ ദ്വീപുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ രേഖ കടന്നു പോകുന്നതായി നമ്മൾ കണക്കാക്കുന്നത്, ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരിക്കലും ഇങ്ങനെയല്ല പോകുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വന്നൊക്കെയാണ് രേഖ പോകുന്നത്. പുസ്തകം നോക്കണം, ഞാൻ വളരെ ബോറായിട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ സിക്സാഗ് ലൈൻ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ദ്വീപ് വരുവാണെങ്കിൽ അതിനെ ഒഴിവാക്കി വരയ്ക്കും. പിന്നെയും ദ്വീപ് ഉണ്ടെങ്കിൽ ആ ദ്വീപ് സമൂഹത്തെ ഒഴിവാക്കി പിന്നെ നിരത്തി, പിന്നെ എവിടെയെങ്കിലും ദ്വീപ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ രേഖയുടെ അപ്പുറവും ഇപ്പുറവും തമ്മിലുള്ള സമയവ്യത്യാസം 24 മണിക്കൂറാണ്. അവിടെ 2-3 ക്വസ്റ്റ്യൻ ആൻസർ വരുന്നു. ആദ്യ ചോദ്യം, എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ? വാട്ട് ഈസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, IDL? ഒന്നാമത്തെ സെന്റൻസ് ഇങ്ങനെ എഴുതണം: 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ എഴുതിയാൽ മതി: ദർ ഈസ് എ ടൈം ഡിഫറൻസ് ഓഫ് 24 അവേഴ്സ്. ഈ രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും തമ്മിലുള്ള സമയവ്യത്യാസം 24 മണിക്കൂറാണ്. അതിന്റെ അടുത്ത സെൻസ് ഇങ്ങനെ എഴുതണം: ഇറ്റ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇറ്റ് വുഡ് ബി ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇത് ധാരാളം സംശയമുണ്ട്, ധാരാളം ആശയക്കുഴപ്പം ഉണ്ടാക്കും. കാരണം എന്താണ്? ദർ ഈസ് എ ടൈം ഡിഫറൻസ് ഓഫ് 24 അവേഴ്സ്. സോ ദിസ് ലൈൻ ഈസ് അവോയ്ഡഡ് ലാൻഡ് ഏരിയ. അതുകൊണ്ട് ഇത് കരഭാഗങ്ങളെ ഒഴിവാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്തുകൊണ്ടൊരു നേർരേഖയാകുന്നില്ല? വാട്ട് ഈസ് ഇറ്റ് ഈസ് ബ്രോക്കൺ ലൈൻ ഓർ സിക്സാഗ് ലൈൻ? എന്താണെന്ന് വെച്ചാൽ there is a time difference. International date line is 180 degree longitude. There is a time difference of 24 hours. It creates a lot of confusion. To avoid this line is avoided inhabited area or island. അതുകൊണ്ട് ജനവാസമുള്ള ദ്വീപുകളെയും പ്രദേശങ്ങളെയും ഒഴിവാക്കിയാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനിയും ഈ രേഖ എവിടെ മുതൽ എവിടം വരെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ ദിസ് ലൈൻ ഈസ്, ഈ ലൈനിൽ കുറെ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദിസ് ലൈൻ ഈസ് എങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണെന്ന് ചോദിച്ചാൽ ഇത് കടന്നു പോകുന്നത് പാസിംഗ് ത്രൂ ദ ബെറിംഗ് സ്ട്രൈറ്റ് ഓഫ് പസഫിക് ഓഷ്യൻ. പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്കിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് അവോയ്ഡഡ് ഇൻഹാബിറ്റഡ് ഏരിയാസ് ഓർ ഇൻഹാബിറ്റഡ് ഐലൻഡ്. ഇൻഹാബിറ്റഡ് ഐലൻഡ്, ജനവാസമുള്ള ദ്വീപുകളെ ഒഴിവാക്കിയാണ് ഈ രേഖ ചിത്രീകരിച്ചിരിക്കുന്നത്. ദിസ് ലൈൻ ഈസ് അവോയ്ഡഡ് ഇൻഹാബിറ്റഡ് ഏരിയ. സംശയമില്ലല്ലോ. ഇനി ഒരു കാര്യം കൂടെ, ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ. ഈ ലൈൻ ക്രോസ് ചെയ്ത് ക്രോസ് ദ ലൈൻ ഫ്രം ദ ഈസ്റ്റ്. പുസ്തകത്തിൽ 2 വെസ്റ്റാണ് കിടക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ വെസ്റ്റ് മാറ്റി ഈസ്റ്റ് ആക്കിക്കോണം. ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം ദ ഈസ്റ്റ് അഡ്വാൻസ്ഡ് ഡേ. ഇത് ക്രോസ് ചെയ്ത് ഫ്രം ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിലോട്ട് വരിക എന്നർത്ഥം. ഫ്രം ദ ഈസ്റ്റ് അഡ്വാൻസ്ഡ് ഡേ. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും, ഫ്രം ദ ഈസ്റ്റ് ടു വെസ്റ്റ് എന്നർത്ഥം. പുസ്തകത്തിൽ പറയുന്നത് ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം വെസ്റ്റ് എന്നാണ് രണ്ടും കിടക്കുന്നത്. ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം ആദ്യത്തെ വെസ്റ്റ് മാറ്റി ഈസ്റ്റ് ആക്കുക. ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം ദ ഈസ്റ്റ് അഡ്വാൻസ്ഡ് ഡേ. ഇത് മുറിച്ചു കടന്ന് എങ്ങോട്ട് പോകുന്നവർ, ഈസ്റ്റിൽ നിന്നും വെസ്റ്റോട്ട് പോകുന്നവർക്ക് 1 ഡേ കൂടുകയും 1 ഡേ കിട്ടുകയും, അതുപോലെ തിരിച്ചു ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം ദ വെസ്റ്റ് എന്ന് വെച്ചാൽ ഈസ്റ്റിലേക്ക് വരുന്നവർ 1 ദിവസം എന്ത് ചെയ്യുകയും ചെയ്യും, ഡിഡക്റ്റഡ്, കുറയ്ക്കുകയും ചെയ്യും. ദിസ് ഇമാജിനറി ലൈൻ ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഈ സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ.